ഷാലോം ടൈം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശങ്ങൾ സമാധാനവും അനുഗ്രഹവും പകരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും അവൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് ലഭിച്ച വിലപ്പെട്ട ഭാഗ്യത്തിനായി, അവസരത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. ഇപ്രകാരം ഈ മീഡിയയിൽ കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ഹൃദയമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും യാദൃശ്ചികമായിട്ട് നിങ്ങൾ ഈ മീഡിയയിൽ കൂടെ ഇപ്പോൾ എന്നെ കേൾക്കുന്നു എന്ന് വിചാരിക്കരുത്. ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ ഈ ദൈവത്തിൻ്റെ ശബ്ദം ദൈവം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ചില നാളുകളായിട്ട് മനുഷ്യൻ എന്നുള്ള വിഷയത്തിൽ ചില വിഷയങ്ങൾ ധ്യാനിച്ചു വരികയായിരുന്നു. മനുഷ്യൻ്റെ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മനുഷ്യന് മനസ്സാക്ഷിയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു. എന്നാൽ അതിനു മുൻപുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണും, മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായി എന്തൊക്കെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവവചനത്തിൽ നമ്മൾ കാണുവാൻ കഴിഞ്ഞു, മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു. അതുമാത്രമല്ല, രണ്ടാമതായിട്ട് അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മനുഷ്യൻ പാപം ചെയ്തതിന് മുമ്പ് ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞു നിന്നവനായിരുന്നു, എന്നാൽ ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായി മാറി എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മളിനിയും ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മൂന്നാമതായി എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 8-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ പരിതാപകരമായ ചില ദുഃഖ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. മനുഷ്യൻ പാപത്തിൽ വീണുപോയതായ ഒരു അധ്യായമാണ് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായി അവന് ഭയമുണ്ടായതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം മനുഷ്യനെ വിളിക്കുന്ന വിളിയാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. വേദപുസ്തകത്തിലെ ഒരു ചോദ്യം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുഴുവനായിട്ട് വായിക്കുമ്പോൾ 3 ചോദ്യങ്ങൾ വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമുക്ക് ആദാമിനോട് മനുഷ്യ നീ എവിടെയെന്ന് ദൈവത്തിൻ്റെ ചോദ്യം കാണുവാൻ കഴിയുന്നു. രണ്ടാമതായിട്ട് 4-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഹാബേലിനെ കുറിച്ച് അവൻ്റെ സഹോദരനായ കായിനോട് ദൈവം ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെയും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭാര്യയായ സാറായ എവിടെ എന്ന് അബ്രഹാമിനോട് ചോദിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ 3 ചോദ്യങ്ങളും നമ്മൾ ആ അധ്യായങ്ങൾ ശ്രദ്ധിച്ചാൽ വേദപുസ്തകത്തിൽ പല അത്ഭുതങ്ങളുള്ള പുസ്തകമാണ് എന്ന് നമുക്ക് അറിയാം. വേദപുസ്തകത്തിലെ പല അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, 3-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ ഒരു ചോദ്യം കാണുന്നു, 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഒരു ചോദ്യം കാണാൻ കഴിയുന്നു, 18-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും ഒരു ചോദ്യം കാണുവാനായിട്ട് കഴിയുന്നു. വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ആകമാനമുള്ള 3 ചോദ്യങ്ങൾ നമുക്ക് അവിടെയാണ് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ആദ്യത്തെ ചോദ്യം കേട്ടുകൊണ്ട് മനുഷ്യൻ ഓടി ഒളിക്കുകയാണ്. എന്നിട്ട് അവിടെ വായിക്കുന്നുണ്ട്, ആദാം അതിൻ്റെ വിശദീകരണം പറയുമ്പോൾ ദൈവത്തോട് അവൻ പറയുകയാണ്, നീ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടിട്ട് ഞങ്ങൾ ഓടി ഭയപ്പെട്ട് ഓടി ഒളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായി മൂന്നാമതായി അവന് സംഭവിച്ച കാര്യം അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവന് ഭയമുണ്ടായി. അവന് അതുവരെയും
യാതൊരു ജീവികളെയോ യാതൊരു കാര്യത്തെയോ ഭയമില്ലാതെ ജീവിച്ചു കൊണ്ടിരുന്ന അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയമുളവാകാനിടയായിത്തീരുന്നു. നമ്മൾ പിന്നീട് കുറെ കഴിയുമ്പോൾ കായീൻ ഇതേ കാര്യം തന്നെ പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അവന് ലോകത്തുള്ള അവൻ്റെ ദൈവത്തെ അവന് പ്രസാദിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവൻ ഭയപ്പെട്ടതായിട്ട് വായിക്കുവാൻ കഴിയുന്നു. അവൻ ഭൂമിയിൽ ഉഴലുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പാപത്തിൻ്റെ ഫലമായി മനുഷ്യനിൽ ഭയം വന്നുകൂടാനിടയായി തീർന്നു. ഇന്ന് എൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ഭയങ്ങൾ നിങ്ങളെ ഭരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു ദൈവത്തിലായി മാറിക്കഴിയുമ്പോൾ 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറയുന്നു, നമ്മൾ ഭീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഭീരത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരല്ല, പിന്നെയോ നമ്മൾ ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ പ്രാപിച്ചവരാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പല വിധത്തിൽ ഭയമുള്ളവാക്കി ഭയമുള്ളവരായി നമ്മൾ ജീവിക്കുന്നു. സാത്താൻ നമ്മളെ പല വിധത്തിലും ഭയപ്പെടുത്താറുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ഭയം, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ, ഇതൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്താം. വിവിധ നിലയിൽ നമ്മളൊരു ഏകനായി ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരുപക്ഷെ ഭൗതിക തലത്തിൽ നമുക്ക് ഭയമുണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും, ഇത് ദൈവം തരുന്നതല്ല. മനുഷ്യൻ പാപത്തിൽ വീണുപോയതിന്റെ ഫലമായി അവന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ഒരു സത്യമായി മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഭയം എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഭയമുള്ളവരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ പാപത്തിൽ വീണ് പോയതിന്റെ ഫലമായി, അതിൻ്റെ പരിണത ഫലമായി ഉണ്ടായിരിക്കുന്ന ഈ ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷ വേണ്ടയോ? നിശ്ചയമായും രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ആദ്യമായി ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വാക്ക് നമുക്ക് അബ്രഹാമിനോട് പറയുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. അബ്രഹാം എന്തുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നു? ദൈവം അവൻ്റെ അരികിൽ വന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാമിനോട് എന്തുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന് പറയാൻ എന്താണ് കാരണം? അബ്രഹാമിനോട് ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ കാരണം അവനോട് അടുത്ത പറഞ്ഞ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞാൻ നിന്റെ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 14-ാം അധ്യായത്തിൽ താൻ ഒരു യുദ്ധം കഴിഞ്ഞാണ് മടങ്ങി വരുന്നത്. ദൈവത്തിന്റെ ദാസൻ വളരെ ക്ഷീണിതനായിട്ടായിരിക്കാം താൻ വരുന്നത്. ആ സമയത്ത് ദൈവം അവനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. യുദ്ധം ചെയ്ത് മടങ്ങി വന്നെങ്കിലും, ജയാളിയായി മടങ്ങി വന്നെങ്കിലും അവന്റെ ഉള്ളിൽ എവിടെയോ ഒരു ഭയമുണ്ട്. ഇനി ഒരു ആക്രമണം ഉണ്ടായേക്കാം. 5 രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി താന് 318 സാധാരണക്കാരായ ആളുകളെ കൊണ്ട് വലിയ യുദ്ധങ്ങൾ ചെയ്ത് മടങ്ങി വരുമ്പോൾ അവന്റെ ഉള്ളിൽ എവിടെയോ ഭയമുണ്ട്. എന്നാൽ ദൈവം അവനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഇപ്പോൾ എൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെയുള്ള ചിന്തകൾ ഇട്ടുകൊണ്ട് സാത്താൻ നിങ്ങളെ അലട്ടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ്. പാപത്തിന്റെ ഫലമായി വന്നിരിക്കുന്ന ഭയത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട. ദൈവം അവനോട് വീണ്ടും പറയുകയാണ്, ഞാൻ നിന്റെ പ്രതിഫലമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അബ്രഹാമിനോട് ദൈവം മൗനമായി കുറെ നാളുകളായി കുറെ വാഗ്ദത്തങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിന്റെ പ്രതിഫലമാണെന്ന് പറയുമ്പോൾ നിനക്കൊന്നുമില്ലാത്തവനായി, നീ ഒരു സന്തതിയില്ലാത്തവനായി ഇവിടെ അവസാനിക്കത്തില്ല. എൻ്റെ വാക്ക് ഉവ്വ ഉവ്വ
എന്ന് തന്നെയാണ്. എൻ്റെ വാക്ക് ഇല്ല ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യരുടെ വാക്കുകളൊക്കെ മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് യാതൊരു മാറ്റവുമില്ല. അവൻ പറയുന്നു, അബ്രഹാമേ, ഞാൻ നിന്റെ പ്രതിഫലമാണെങ്കിൽ നീ എന്തിന് ഭയപ്പെടണം? ഞാൻ നിന്നെ പരിച പിടിച്ചുകൊണ്ട് കാക്കുന്നെങ്കിൽ നീ എന്തുകൊണ്ട് ഭയപ്പെടണം? ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പാപത്തിന്റെ ഫലമായി വന്നിരിക്കുന്ന ഈ ഭയത്തിൽ നിന്ന് വിടുതൽ തരുവാൻ കർത്താവ് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. മാത്രമല്ല, നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ രണ്ടാമതായി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം, ദൈവം മനുഷ്യനോട് പറയുന്ന ഒരു സമയം ഇസ്ഹാക്കിന്റെ കാലത്താണ്. ഇസ്ഹാക്കിനോട് ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം ദീർഘമായൊരു അധ്യായമാണെങ്കിലും നിങ്ങൾ സാവകാശം അതൊന്ന് വായിക്കണം. എത്ര ആത്മീയ സത്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവം ആ ഇസ്ഹാക്കിനോട്, അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനോട് ദൈവം എത്ര കരുണയുള്ളവനായിട്ടാണ് ഇടപെടുന്നത്. ദൈവത്തിന്റെ വലിയ പദ്ധതി പ്രകാരം, ദൈവത്തിന്റെ വലിയ പ്ലാൻ പ്രകാരം, ദൈവത്തിന്റെ ഓരോരോ നിയോഗപ്രകാരം അവൻ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക് അവനൊരു സ്ഥലത്ത് പാർക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെടുന്നവരായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മൾ അവനെ കുറിച്ച് വായിക്കുന്നത് അവൻ വർദ്ധിച്ച് പെരുകി എന്നാണ് കാണാൻ കഴിയുന്നത്. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക് എന്തുകൊണ്ടാണ് വർദ്ധിച്ചു പെരുകാൻ കാരണം? അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവന് ആ ആണ്ടിൽ വിതച്ചു 100 മേനി കൊയ്യാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അവൻ എന്തുകൊണ്ടാണ് 100 മേനി കൊയ്യാനിടയായി തീർന്നത്? അതിൻ്റെ എല്ലാം ഒറ്റയൊരു കാരണം, ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നുള്ള ഒരു വാക്യത്തിൽ നിന്നാണ് ബാക്കിയുള്ള അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ ദേശത്തുള്ള ആളുകൾ അവനോട് അസൂയ പൂണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മുടെ കൈകളുടെ പ്രവർത്തികൾ സാധ്യമായി മാറുമ്പോൾ, നമ്മൾ 100 മേനി കൊയ്യുമ്പോൾ ശത്രു അസൂയപ്പെട്ടേക്കാം. എന്നാൽ അടുത്തതായിട്ട് എന്താണ് അസൂയ കൊണ്ട് അവർ ചെയ്തത്? പിതാക്കന്മാർ കുഴിച്ചിരുന്ന ആ കിണറ്റിൽ നിന്ന് അവൻ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന് അവന്റെ കൃഷികൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവന്റെ മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് ഒക്കെ അത് സഹായമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അവന്റെ കൃഷിഭൂമികളെല്ലാം നന്നായി വിളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഉറവ, ആ ശത്രുക്കൾ മണ്ണിട്ട് മൂടിയതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നു. യഹോവയാൽ നാം അനുഗ്രഹിക്കപ്പെട്ട് വരുമ്പോൾ, ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ സാത്താൻ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവൻ അത് ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് വന്ന് പാർക്കുകയാണ്, ഗരാരിൽ വന്ന് പാർക്കുന്നു. അതിനുശേഷമായി അവിടെയും താനൊരു കിണർ കുഴിക്കുമ്പോൾ ആ ദേശക്കാരുടെ നടുവിൽ അവൻ കുഴിച്ച കിണറ്റിൽ വെള്ളമുണ്ടാകാനിടയായിത്തീർന്നു. വീണ്ടും ആളുകൾ അവനോട് ശണ്ടയിടുന്നതായി കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, അവൻ മാറി 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 പോവുകയും അവരോടൊന്നും ശണ്ടയുണ്ടാക്കാതെ ആ ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഏകദേശം 4 കിണറുകൾ അവന് കുഴിക്കുകയും അതിൻ്റെ ഉറവുകൾ തെളിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? ഓരോരോ ഭാഗങ്ങളിലും അവൻ കുഴിക്കുന്ന കിണറുകളിൽ വെള്ളം കാണാനിടയായിത്തീരുന്നു. നമുക്ക് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനോട് ദൈവം കൊടുത്തൊരു വലിയ വാഗ്ദത്തമാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനോട് ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ നന്മകളൊക്കെ പലരും തടഞ്ഞു വയ്ക്കുമ്പോൾ, നിങ്ങളുടെ നന്മകളൊക്കെ ഒരുപക്ഷെ പിശാചായവൻ ചിലത് മൂടിക്കളയുമ്പോൾ, നിങ്ങൾക്ക് വരാനുള്ള നന്മകളൊക്കെ ശത്രുവായവൻ പല വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെയെല്ലാം മൂടാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയൊന്നും ദൈവം മുടക്കിക്കളയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇസ്ഹാക്ക് നേരോടെ ജീവിക്കുമ്പോൾ അവന് 100 മേനി കൊയ്യാൻ കഴിയുന്നു. അവന് ശത്രു അവനെതിരായി അസൂയ ഉണ്ടേക്കാം. ആളുകളൊക്കെ കൂടി അവന്റെ കിണറുകൾ മുഴുവനായിട്ട് മൂടിക്കളഞ്ഞേക്കാം. പല സ്ഥലങ്ങളിലും ഉറവകൾ കാണുമ്പോൾ അവിടെ ചെന്നവരോട് ശണ്ട ഉണ്ടാക്കിയേക്കാം. എന്നാൽ ദൈവം അവന്റെ പക്ഷത്ത് നിൽക്കുന്ന കാലത്തോളം ആർക്കും അവനെ ഭയപ്പെടുത്തുവാൻ കഴിയും.
കഴിയുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യർ നമ്മളോട് അസൂയപ്പെടുമ്പോൾ, മനുഷ്യർ നമ്മുടെ ഉറവുകളൊക്കെ അടച്ചു കളയുമ്പോൾ, മനുഷ്യർ നമ്മുടെ ഉറവുകളൊക്കെ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിലൊരു ഭയം വരാൻ സാധ്യതയുണ്ട്. മാറി മാറി പാർക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഒക്കെ ഉള്ളിൽ ഭയം വരുവാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല, ആളുകൾ അവനോട് ശണ്ടയിട്ടു എന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇസഹാക്കിനോട് ശണ്ടയിടുമ്പോൾ ആളുകളെല്ലാവരും അവനോട് വഴക്കുണ്ടാകുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു ഭയം വരാൻ സാധ്യതയുണ്ട്. കാരണം അവൻ്റെ പക്ഷം പിടിച്ചു പറയുവാൻ ആ ദേശത്തെങ്ങും ആരുമില്ലായിരിക്കാം. അവൻ ഏകനായിട്ട് നിൽക്കുകയായിരിക്കാം. അവന് ശണ്ട കൂടാൻ കഴിയില്ല, അവന് വഴക്കുണ്ടാക്കാൻ കഴിയില്ല. അവൻ അവരോട് ആർഗ്യൂ ചെയ്തതായിട്ട് വായിക്കുന്നില്ല. പിന്നെയോ അവൻ ഒഴിഞ്ഞു പോകുകയാണ്, അവൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവൻ മാറിപ്പോകുകയാണ്. ദൈവം അവനോട് അന്നേരം പറയുകയാണ്, അല്ലയോ ഇസ്ഹാക്കേ, നീ ഭയപ്പെടേണ്ട. നിന്റെ പിതാവിനോട് ഞാൻ ചെയ്ത വാഗ്ദത്തം ഞാൻ നിന്നിൽ നിവർത്തിക്കുമെന്ന് ദൈവം പറയുകയാണ്. അതുകൊണ്ട് പാപത്തിന്റെ ഫലമായി വന്നിരിക്കുന്ന ഈ ഭയത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും വിടുതൽ പ്രാപിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മളൊരു വിശ്വാസികളായി ജീവിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഭയമുളവാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഭയപ്പെട്ട് ഓടി ഒളിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏത് സാഹചര്യം വരുമ്പോഴും ഭയമില്ലാതെ ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, മൂന്നാമതായിട്ട് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഏലിയാവിൻ്റെ ജീവിതത്തിൽ അവന് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തെ പോറ്റി പുലർത്തിയ വഴികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ദൈവം അദ്ദേഹത്തെ പോറ്റി പുലർത്തുകയുണ്ടായി. അദ്ദേഹത്തെ രണ്ടാമതായിട്ട് സീദോനോട് ചേർന്നിട്ടുള്ള സാറാഭാത്തിലേക്ക് ദൈവം അയക്കുകയാണ്. സാറാഭാത്ത് എന്ന് പറയുന്ന, സീദോൻ എന്ന് പറയുന്ന നാട് ആ ഏലിയാവിൻ്റെ ശത്രുവായ ആ ആഹാബിന്റെ പത്നിയായ ഇസബേലിന്റെ രാജ്യമാണ്. അഥവാ ശത്രുവിന്റെ രാജ്യത്തിലേക്കാണ് ദൈവം അവനെ അയക്കുന്നത്. ആ സമയത്ത് അവൻ ഒരുപക്ഷെ ഭയത്തോടെ ആയിരിക്കും അവിടേക്ക് പോകുന്നത്. എന്നാൽ ദൈവം അയച്ചു എന്നുള്ള ഉറപ്പ് കൊണ്ട് അവൻ വളരെ ധൈര്യത്തോടെ സന്തോഷത്തോടെ അവിടേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇതാ ഒരു സ്ത്രീ വിറക് പറക്കിക്കൊണ്ട് നിൽക്കുന്നു. അവിടെ അരികിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ ദൈവവചനം പഠിക്കുമ്പോൾ അവൾ മനസ്സിലാകും, അന്ന് അവൾ ആ അട കഴിച്ചതിന് ശേഷം അവളെ മരിക്കാനിരിക്കുന്നവളാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അമ്മയും മകനും ആ വീട്ടിലെ ഭക്ഷണം തീരുന്നതോടുകൂടെ ലോകത്തോട് യാത്ര പറയാനിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവദാസനെ പറഞ്ഞയക്കുകയാണ്. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, മനുഷ്യരുടെ ആരുടെയും വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ വിചാരങ്ങൾ അവിടുത്തെ വിചാരങ്ങളുമായിട്ട് വലുതായിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഏലിയാവ് അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു മുറി അട തരുവാനായിട്ട് പറയുമ്പോൾ അല്പം വെള്ളം ചോദിച്ചതിൽ എടുക്കാനായി പോകുമ്പോഴാണ് അവളോട് പറയുന്നത്, നീ ഒരു മുറി അപ്പം കൂടെ എനിക്ക് കൊണ്ടുവരണം. അപ്പം കൊണ്ടുവരാൻ പറയുമ്പോൾ അവൾ തിരിഞ്ഞവനെ ഒന്ന് നോക്കിക്കാണും. അവിടെ പറയുന്നുണ്ട്, ഒരൽപ്പം ഒരു പിടി മാവല്ലാതെ എൻ്റെ വീട്ടിൽ വേറെ ഒന്നുമില്ല എന്നവൾ പറയുകയാണ്. ഒരൽപ്പം മാവുണ്ട്, ഒരൽപ്പം എണ്ണയുണ്ട്, അത് മാത്രമേ അവൾക്കുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ അവളോട് പറഞ്ഞത്, ആ ഉൽപ്പത്തി നമ്മളെ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവദാസനായ ഏലിയാവിനോട് ആ വിധവയായ സ്ത്രീ പറയുകയാണ്, സാറാഭാത്തിലെ വിധവ പറയുകയാണ്, വിധവയോട് ദൈവദാസൻ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ്. എന്താണ് അവളോട് ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണം? മറ്റൊന്നുമല്ല, അവൾ ഇന്ന് മരിക്കുവാനായിട്ടിരിക്കുകയാണ്. ഇന്ന് അവളുടെ ഉപജീവനം അവസാനിക്കുന്നത് കൊണ്ട്, അവളുടെ അപ്പം അവസാനിക്കുന്നത് കൊണ്ട് മരിക്കാനിരിക്കുന്നവളാണ്. ഇന്നൊരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ ഈ വിധത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. എന്നാൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ല പ്രവാചകൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഏലിയാവിനേക്കാൾ വലിയവനായ യേശു എന്ന നല്ല പ്രവാചകൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയുന്നു, നീ മരിക്കയില്ല, നിശ്ചയം. നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നീ നിന്റെ മകനും മരിക്കുകയില്ല.
നിങ്ങൾ മരിച്ചവസാനിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന മൗനമായി ഏലിയാവ് പറയുകയാണ്. അവൾ മരിക്കേണ്ട കാര്യമില്ല, അവളുടെ മകൻ മരിക്കേണ്ട കാര്യമില്ല. കാരണം ഏലിയാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഏലിയാവ് മാത്രമല്ല വന്നിരിക്കുന്നത്, ഏലിയാവിൻ്റെ ദൈവം കൂടെ അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ഇനിയും ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിത വഴിയാത്രയിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു ഭാഗമാണ് ഏലീശായുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതിന് 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. പാപത്തിൻ്റെ ഫലമായി ലോകത്തിലെല്ലാം പരന്നിരിക്കുന്ന ആ ഭയത്തിൽ നിന്ന് ഒരു ദൈവദാസനും മാത്രമേ ഭയപ്പെടേണ്ട എന്ന് പറയാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടും രാജാവിൻ്റെ സൈന്യം മുഴുവൻ മല നിറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ എന്നുള്ള ന്യൂസാണ് താൻ കേട്ടത്. എന്നാൽ ദൈവദാസന്റെ അസിസ്റ്റന്റായിട്ട് നിന്ന രഹസ്യാണ് അവിടേക്ക് ചെന്ന് അദ്ദേഹത്തോട് ആ കാര്യം പറയുന്നത്. എന്നാൽ ഒരു പക്ഷേ എൻ്റെ വിചാരം അദ്ദേഹം ആത്മാവിൽ ഇതൊന്നുമല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൗതിക തലത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഗേഹസി ഒരുപക്ഷെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ എന്താണ് കാണാൻ കഴിയുന്നത്? അഗ്നിമയമായ രഥങ്ങളോടുകൂടെ, അഗ്നി അശ്വങ്ങളോടുകൂടെ സ്വർഗീയ ദൂതന്മാർ തനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ആ വലിയ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് അവന് കാണാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ ഭൗതികമായ മണ്ഡലങ്ങളിൽ പലതും നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന 100 കാര്യങ്ങൾ കണ്ടേക്കാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് കണ്ടേക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കണ്ടേക്കാം, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കണ്ടേക്കാം, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കണ്ടേക്കാം. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം പറയുന്നു, നിനക്ക് ഞാൻ പ്രൊട്ടക്ഷൻ തരാം, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ ഉപജീവനത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ എത്രയോ ഭയങ്ങളാണ് എല്ലായ്പ്പോഴും വന്നുകൂടുന്നത്. എന്നാൽ നാം മനുഷ്യരാകുന്ന നമുക്ക് ഭയമില്ലാതെ ജീവിക്കുവാനായി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ലോകത്തിലേക്കും ഏറ്റവും നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുന്ന കാര്യം മറ്റൊന്നുമല്ല, ആമേൻ, ദൈവത്തിൽ നിന്നുള്ള ധൈര്യം നമുക്ക് പ്രാപിക്കാം. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി അത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഭയമില്ലാത്തവരായി മാറാം. യേശുക്രിസ്തു വഴിയായി നമ്മുടെ ഭയമെല്ലാം മാറിപ്പോകുന്നു. ഭയപ്പെടേണ്ട. ലോകത്തിലുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് ദൂതൻ പറയുന്നത്. നമുക്ക് ഭയമില്ലാത്തവരായി മാറാം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടു. എന്നോട് ചേർന്ന് 1 മിനിറ്റ് പ്രാർത്ഥിക്കുമോ? കർത്താവേ, യേശുവേ, എൻ്റെ ജീവിതം അങ്ങയ്ക്കായി തരുന്നു. അങ്ങൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ നിത്യത സ്വായത്തമാക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് താങ്കൾ പ്രാർത്ഥിക്കുമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കായി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ ഒരുപക്ഷെ വീട്ടിലായിരിക്കാം, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ വചനം കേൾക്കുകയായിരിക്കാം, അല്ല ഒരു ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം താങ്കൾ ഈ ശബ്ദം കേൾക്കുന്നത്. ആശ്വാസത്തിൻ്റെ എല്ലാ ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം തരാൻ കഴിവുള്ള യേശുവിലേക്ക് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. പരിശുദ്ധ പിതാവേ, ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ഈ മീഡിയയിൽ കൂടെ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവരുടെ ഹൃദയങ്ങളോട് വ്യക്തമായി സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ദൈവമേ, അവരെ നിത്യയുടെ തുറമുഖത്ത് കാണുവാൻ കർത്താവരുടെ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതിയെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. ഹൃദയംഗമായി വിശ്വസിക്കുന്ന അവരെ അങ്ങയുടെ മാറോട് ഇന്ന് രാവിലെ ഈ രാത്രിയിൽ ചേർത്തതിനായി നന്ദി. ഈ സമയത്ത് നീ അവരെ ചേർത്ത് പിടിച്ച് അവരെ തലോടുന്നതിനായി നന്ദി. ആത്മാവിലെ അനുഭവം നൽകിയതിനായി സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം എളിയവർ ചോദിക്കുന്നു, കൃതോനി കേൾക്കുമാറാകണമേ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ കർത്താവ് നിങ്ങൾക്ക് അയച്ചു തന്നുവെങ്കിൽ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ വാഴുമാറാകട്ടെ.